ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ല ഫിഷ് നല്ല ഫ്രഷായിട്ട് മേടിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ ആദ്യം ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പം എന്താ ഗൈസ്, അത് വെയിറ്റിംഗ് ആണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ടാക്സി കിട്ടി നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ അമ്മക്കിളി എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ദുബായ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നല്ല വമ്പ ഹോസ്പിറ്റലാണ് ഗേസ്. നല്ല രസമുണ്ട് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കാണാനും. ദുബായ് ഹെൽത്ത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ എത്തി കേട്ടോ. എല്ലാം അടുത്താണ്, നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെത്തി കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളോർക്കും മാളാണ് അത് കേട്ടോ. പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഉള്ളൊരു മാൾ തന്നെയാണ് ഗേസ്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റാണെന്ന് നമ്മൾ പുറത്തുനിന്ന് കണ്ട് ഓർക്കൂല, പക്ഷേ അതൊരു ഫിഷ് മാർക്കറ്റാണ്. നല്ല രസം. ഞങ്ങൾ അതിൻ്റെ എൻട്രി തപ്പി നടക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ എൻട്രി കിട്ടി. അങ്ങനെ നമ്മൾ കയറി. അതിനുള്ളിൽ കയറിയപ്പോൾ ഫുൾ AC ആയിരുന്നു കേട്ടോ. പുറത്ത് ചൂടാണെങ്കിലും ഏത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയാലും AC ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എത്തിയിട്ടാ കണ്ടോ. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, അത് തന്നെ നമ്മുടെ ദുബായിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ഇത്. അവിടെ ചെന്നപ്പോൾ എനിക്കിങ്ങനെ അത്ഭുതമായിപ്പോയി. എന്ത് വെറൈറ്റി മീനാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫിഷ് തന്നെ നല്ല ഫ്രഷായിട്ട് ഇവിടെയും കിട്ടും കേട്ടോ. കല്ലുമ്മക്കായും കൂന്തളും കൊഞ്ചും കാണാവേ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ഫ്രഷ് മീനുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് മീൻ മേടിച്ചു. കുറച്ച് മീൻ എന്ന് വെച്ചാൽ കുറച്ച് കൊഞ്ചും മേടിച്ചു, പിന്നെ കൂന്തളും മേടിച്ചു കേട്ടോ. നല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷാണ്. വീട്ടിൽ പോയി നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷ് മീനാന്ന് തോന്നും കേട്ടോ. അങ്ങനെ അവിടെ ഞണ്ടിരിപ്പുണ്ടായിരുന്നു ഗൈസ്. വലിയൊരു ഇറുക്കണ ഞണ്ട്, അതൊക്കെ ചത്ത് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സെപ്പറേറ്റ് ആണ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെയും ക്യാഷ് കൊടുക്കണം കേട്ടോ. പക്ഷെ നമ്മളൊരു കൊഞ്ച് മാത്രമേ ക്ലീൻ ചെയ്യിച്ചുള്ളൂ. കൂന്തൾ നല്ല ഭാഗമൊക്കെ അവർ കളയുമെന്ന് ഓർത്ത് നമ്മൾ ക്ലീൻ ചെയ്തില്ല. അത് ഞാൻ തന്നെ വീട്ടിൽ പോയി ക്ലീൻ ചെയ്യും. നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം അത് നമ്മൾ കൊടുത്തതെന്തോ അത് ക്ലീൻ ചെയ്യുന്ന അതേ തൂക്കത്തിൽ തന്നെ തിരിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ഭയങ്കര സെക്കഡാണില്ല. അങ്ങനെ നമ്മളെ മീനൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ മോള് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളും എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് ഗൈസ് നമ്മൾ ഇറങ്ങി. ഇപ്പം പോയത് ഞാൻ വീഴാൻ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും ടാക്സി കിട്ടി. കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ ടാക്സി കിട്ടിയത്. പിന്നെ വീഡിയോ ഞാൻ അങ്ങനെ ഡിലേ ആക്കി നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് ഓർത്താണ് വേഗം തന്നെ അത് കാണിച്ചു തന്നെ. അങ്ങനെ ടാക്സി ഇത് ബെൻസാണ് ഗൈസ്. ഈ ദുബായിൽ ഓടിയും ബെൻസൊക്കെയാണ് ടാക്സി ആക്കുന്നത്. എന്താ ചെയ്യാല്ലേ, മമ്പ സിറ്റിയെന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ